1925 RSS ഉണ്ടായത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതും അന്നല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിൽക്കുന്നു, RSS ഇവിടെ നിൽക്കുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിൽ ഒരു കോൺട്രാസ്റ്റ് കാണുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്ക് കാസയുണ്ടായി അവർക്ക് സ്വയം പ്രതിരോധത്തിനൊരു സംഘടന വേണമെന്ന് തോന്നിച്ചത് RSS ആണ്. ഇപ്പോൾ ശ്രീ മോഹൻ ഭഗവത് ഇങ്ങനെ പറഞ്ഞു, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് ദ കർട്ടൻ അദ്ദേഹം എന്തോ സംതിങ് ബിഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും? നമസ്കാരം. ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥിയായിരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സർ, വെൽക്കം ടു ഇൻ്റർവ്യൂ. രാമക്ഷേത്രം ഒരു വികാരമായിരുന്നു എന്ന് കരുതി എല്ലാ ക്ഷേത്രങ്ങളുടെയും അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെയും പിന്നാമ്പുറം തേടി പോകേണ്ടതില്ല എന്ന് RSS മേധാവി ശ്രീ മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? RSS ഒരു മൃദു ഹിന്ദുത്വ സമീപന ലൈനിലേക്ക് പോവുകയാണോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു സംഗതി അവർ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, RSS പണ്ടും ഈ നമ്മൾ പുറത്തുനിന്ന് ആളുകൾ കാണുന്നതാണ് മൃദു ഹിന്ദുത്വം, തീവ്ര ഹിന്ദുത്വം. RSSൻ്റെ ഹിന്ദുത്വം ഒന്നേ ഉള്ളൂ. അത് അവർ തുടങ്ങിയ കാലം തൊട്ട് കൃത്യമായി അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, ഈ രാജ്യത്ത് എങ്ങനെ വേണം പ്രവർത്തിക്കേണ്ടത്, ഈ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അത് ദേശീയതയിലൂന്നി വളരെ വ്യക്തമായ ധാരണയുള്ള സംഘടനയാണ് RSS. RSSനെ നമുക്ക് ഈ പലരും രാഷ്ട്രീയ പാർട്ടികൾ RSSനെ കാണുന്നത് അന്ധനാനെ കാണുന്ന പോലെയാണ്. അവർ കാണുന്നതല്ല RSS വളരെ വ്യത്യസ്തമായൊരു സംഘടനയാണ്. കാരണം RSSൻ്റെ വേരുകൾ എത്ര ആഴത്തിൽ ഇന്ത്യൻ മണ്ണിൽ ഉണ്ട് എന്ന് കടന്നു പോയിട്ടുണ്ട് എന്ന് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ RSSനെ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർക്കുന്നത് ഒരു ഫാസിസ്റ്റ് സവർണ കക്ഷി എന്നൊക്കെ നിലയ്ക്കാണല്ലോ കോൺഗ്രസ് എതിർക്കുന്നത്. 2014 LK അദ്വാനിയെയും സുഷമ സ്വരാജിനെയും അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലി പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടായിരുന്നു, ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നരേന്ദ്രമോദിയെ കൊണ്ടുവന്നത് RSS ആണ്. RSS നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കണമെന്ന് തീരുമാനിക്കുന്നത് 2012 അപ്പം അതിലേക്ക് പോകുമ്പോഴേ കൃത്യമായിട്ട് അതിന് ശക്തമായി എതിർത്ത് നിലപാട് സ്വീകരിച്ച നേതാവായിരുന്നു LK അദ്വാനി. ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ക്ലെയിം LK അദ്വാനിക്കുള്ളതാണ്. അദ്ദേഹമാണ് ഉപപ്രധാനമന്ത്രിയായിട്ടിരുന്ന ഒരാളാണ്, അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രിയാകേണ്ടത്. അദ്ദേഹവും അതല്ലെങ്കിൽ മുരളി മനോഹർ ജോഷി ആസ്ട്രോഫിസിക്സിൻ്റെ പ്രൊഫസറാണ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ. എല്ലാം വളരെ വിദ്യാസമ്പന്നരായ ആളുകളാണ്. അപ്പം മുരളി മനോഹർ ജോഷിയെയും സുഷമ സ്വരാജിനെയും LK അദ്വാനിയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മുടെ പിൻകാലത്ത് മന്ദിശങ്കര അയ്യർ ചായക്കടക്കാരനെ പ്രധാനമന്ത്രിയാക്കാൻ ഒക്കത്തില്ലെന്നുള്ള ചായക്കടക്കാരനെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആക്കാൻ അവർ ഡിസൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ RSSനുണ്ട്. അതിൻ്റെ കാരണം RSS ഒരു ബ്രാഹ്മണിക്കൽ ഓർഗനൈസേഷനാണ് എന്നൊരു ആരോപണം, അത് ശരിക്കും പറഞ്ഞ ഒരു ആരോപണമാണ്. ഈ RSSൻ്റെ മുകളിൽ നിൽക്കുന്ന പലരും ദളിതരുണ്ട്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിപ്പെട്ടവരുണ്ട്. ബ്രാഹ്മണരെ മാത്രമേ നമ്മൾ കാണുന്നു. 1-2 ബ്രാഹ്മണന്മാരെ വെച്ചുകൊണ്ടാണ് RSS ബ്രാഹ്മണൻ്റെയാണെന്ന് പറയുന്നത്. അതുമല്ല, അതൊക്കെ വളരെ തെറ്റായ കാര്യമാണ്. പക്ഷേ RSS നിൽക്കുന്ന ആളുകളുടെ ജാതി എന്താണെന്ന് നമുക്കറിയില്ല. അവർക്ക് അവരുടേതായ ഒരു സിസ്റ്റമുണ്ട്. നമ്മൾ കാണുന്ന RSS മാത്രമല്ല, ഇതുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നൂറുകണക്കിന് സംഘടനകളുണ്ട്. ഇപ്പോൾ സേവാഭാരതി, പ്രളയം ഒക്കെ വരുമ്പോഴേ ചെറുപ്പക്കാരതിന് വർക്ക് ചെയ്യുകയാണ്. നമുക്ക് ഒരു പക്ഷേ RSSമായിട്ട് ബന്ധമില്ലെന്ന് തോന്നുമെങ്കിൽ ഈ ഹനുമാൻ സേനയും ബജറംഗ് ദളും ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. ഇത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ RSS നിയന്ത്രിക്കുന്ന ഈ സംഘടനയാണുള്ളത്. അപ്പോൾ RSS ഞാൻ പറഞ്ഞു വന്നത്, മോഹൻ ഭഗവതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാനതിനെ വിലയിരുത്തുന്നത് ഇന്ത്യയിലെ ഈ അടുത്ത സമയത്തായിട്ട് വളരെ ശക്തമായ വർഗീയ തീക്കാറ്റ് ഇന്ത്യയിൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് കാര്യത്തിനെയും വർഗീയമായി കാണുന്ന ഒരു പ്രതിപക്ഷമായി കോൺഗ്രസ് അധപ്പതിച്ചു. ഇപ്പോൾ ദേശീയ പൗരത്വ നിയമത്തിൽ ആർക്കും പൗരത്വം നിഷേധിക്കണമെന്ന് പറയുന്നില്ല. മറ്റ് സ്ഥലത്തു നിന്ന് വരുന്ന മറ്റ് രാജ്യത്തു നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരുന്ന ആൾക്ക് പൗരത്വം കൊടുക്കുന്നതിനെക്കുറിച്ചല്ലേ പറയുന്നുള്ളൂ. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പൗരത്വം നിഷേധിച്ചോ അല്ലെങ്കിൽ നിരോധിച്ചോ ഒന്നും ചെയ്തില്ലല്ലോ. അതിൻ്റെ പേരിലുണ്ടായ ഒരു ബഹളം, ഇപ്പോഴേ വഖഫിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന വിഷയം, ഏകീകൃത സിവിൽ കോഡിൻ്റെ പേരിലുണ്ടാക്കുന്ന വിഷയം, ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് നിർത്തി അവരുടെ സംഘടിത വോട്ട് നേടിയെടുക്കാനുള്ള ശ്രമം വളരെ ബോധപൂർവം പ്രതിപക്ഷ കക്ഷികൾ നടക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ കുന്തമനെ തിരിച്ചു വെച്ചിരിക്കുന്നത് RSSനെതിരായിട്ടാണ്.
ലോക്സഭയിലെ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പം നാഴികയ്ക്ക് 40 വട്ടം RSS എന്ന് പറയും. 1971 അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി സപ്പോർട്ട് ചെയ്ത പാർട്ടിയാണ് RSS. RSSൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ഇന്ദിരാഗാന്ധി മിന്നുന്ന വിജയം നേടിയത്. 1984 ഇന്ദിരാവധം നടന്നു. ഇന്ദിരാവധം നടന്നു കഴിഞ്ഞപ്പോൾ സ്ട്രോങ് ആയിട്ട് രാജീവ് ഗാന്ധിയെ കൊണ്ടുവരാൻ ശ്രമിച്ചത് RSS ആണ്. കാരണം രാജ്യം ഛിന്ന ഭിന്നമായി പോകരുത്, സിഖ് തീവ്രവാദം ശക്തമാകുന്നു, അതിനെ തടയാൻ BJPക്ക് കഴിയില്ല, കോൺഗ്രസിനെ കഴിയും. അപ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ അമ്മയും രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയും സഹായം സ്വീകരിച്ചുള്ള സംഘടനയാണ് ഈ RSS. അതിനെക്കുറിച്ച് ആ മനുഷ്യന് ബോധമൊന്നുമില്ല. 24 മണിക്കൂറും RSS അവിടെ വന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുമോ? ഒരു പ്രയോജനം ഉണ്ടായില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സന്തോഷം അതൊക്കെ പറഞ്ഞോട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് RSSന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. മോഹൻ ഭഗവത് എല്ലാ ക്ഷേത്രങ്ങളുടെയും കാര്യത്തിൽ ഇത് പറയേണ്ട എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു വസ്തുതയുണ്ട്. 1947 ഏതൊക്കെ ആരാധനാലയങ്ങളുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു അതങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാണല്ലോ അന്നൊരു തീരുമാനം ഉണ്ടായത്. നരസിംഹറാവു സമിതി അയോധ്യയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അങ്ങനെ തീരുമാനം വന്നത്. അത് അയോധ്യ അതിനകത്ത് നിന്ന് എക്സെപ്റ്റ് ചെയ്തു, അയോധ്യയിൽ ക്ഷേത്രം പണിഞ്ഞു. പക്ഷേ അതുകൊണ്ട് മോഹൻ ഭഗവത് അത് പറഞ്ഞുകൊണ്ട് അത് തീരും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഗ്യാൻവാപ്പിയിൽ കാശി ശിവക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ, വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ മധുരാകൃഷ്ണൻ്റെ ക്ഷേത്രത്തിലായാലും ശരി, 2 ക്ലെയിം അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ RSSന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എല്ലാ ആരാധനാലയങ്ങളുടെ പിന്നിൽ ഇത് തിരക്കി പോകണ്ട എന്ന് മോഹൻ ഭഗവത് പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നതിൻ്റെ കാരണം, അനാവശ്യമായ ആരാധനാലയം ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ മരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മനുഷ്യനെ ദൈവത്തിൻ്റെ പേരിൽ ജീവിച്ചു, എന്തിനാ ദൈവത്തിൻ്റെ പേരിൽ മരിക്കാൻ പോകുന്നത് എന്തിനാ? അത്ര ഒരു അപകടം ഒഴിവാക്കാനും അതിശക്തമായ ഒരു വികാരം, മുസ്ലിങ്ങൾക്കെതിരെയുള്ളൊരു വികാരം ഒന്ന് തണുപ്പിക്കാനും RSSും BJPയും കടുത്ത മുസ്ലിം വിരോധമുള്ള സംഘടന ആണ് എന്ന് മുസ്ലിങ്ങളുടെ ധാരണ, അത് ശരിയോ തെറ്റോ ആയിരുന്ന ധാരണ, അത് തിരുത്താനും സഹായിക്കുമെങ്കിൽ അതങ്ങനെ ആകട്ടെ എന്നായിരിക്കും ഒരു കാര്യം അദ്ദേഹം തീരുമാനിക്കുക. അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം അതായിരിക്കും. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഇനി മുതൽ എന്നുള്ളതല്ല, ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എന്ന് 2 പക്ഷങ്ങളില്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ് അല്ലെങ്കിൽ ഒറ്റ പക്ഷമാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഇതിനെ താങ്കൾ എങ്ങനെ റീഡ് ചെയ്യുന്നു? അതാണ് RSSൻ്റെ പ്രഖ്യാപിത നിലപാട്. ഇന്ത്യൻ ദേശീയതയിലൂന്നിയുള്ളതാണ്. അത് വരുമ്പോഴും ചില പ്രശ്നങ്ങൾ വരും. ഇന്ത്യൻ ദേശീയതയിൽ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, ഇന്ത്യ ജനിച്ചു വളർന്ന ആളുകളാണ്, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നാണ് പണ്ടും പറയുന്നത്. അവരൊരിക്കലും ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും RSS ഒരിക്കൽ പോലും വേർതിരിച്ചിട്ടില്ല. എവിടെയെങ്കിലും അവരുടെ ഒരു ലിറ്ററേച്ചറിലും അവരെ മുസ്ലിങ്ങൾ ശത്രുക്കളാണെന്ന് പറയുന്നതേ ഇല്ല. ബാക്കിയൊക്കെ ഇൻ്റർപ്രിട്ടേഷൻസ് മാത്രമാണ്. ഇവരെ ഇൻ്റർപ്രറ്റ് ചെയ്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് 2014 തെരഞ്ഞെടുപ്പ് വന്നു. 2014 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഫോക്കസ് ചെയ്തത് മുഴുവൻ RSS നേതാവ്, ഹിന്ദുത്വത്തിൻ്റെ വക്താവ് എന്ന് പറഞ്ഞല്ലേ ഫോക്കസ് ചെയ്ത്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ അവർക്കൊരു വക്താവിനെ നോക്കിയിരിക്കുകയായിരുന്നു. അത്തരൊരു വക്താവാകാൻ LK അദ്വാനിയേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിക്ക് കഴിയുന്നത് എന്ന തിരിച്ചറിവിലാണ് അവരുടെ ബുദ്ധി നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട്. LK അദ്വാനി ആയിരുന്നെങ്കിൽ ഇത്രയും വോട്ട് കിട്ടുമായിരുന്നില്ല, ഇത്രയും സീറ്റ് കിട്ടുമായിരുന്നില്ല. കാരണം അദ്വാനി ആ ലെവലിലല്ല ആളുകൾ കാണുന്നത്. അപ്പം ഇവിടെ ആ ഒരു ഘട്ടത്തിൽ, അതായത് ഈ രാമജന്മഭൂമി അടക്കമുള്ള എല്ലാ വിഷയങ്ങളും കലാപങ്ങളും കത്തി നിന്നൊരു കാലത്ത് ഹിന്ദുക്കൾക്കൊരു രക്ഷകനെ ആണ് ഹിന്ദുക്കൾ ആഗ്രഹിച്ചിരുന്നത്. ആ രക്ഷകൻ്റെ റോളിലേക്കാണ് നരേന്ദ്രമോദി അവർ കൊടുത്തത്. ഇനി നരേന്ദ്രമോദിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, കാരണം അതർവൈസ് ഹിന്ദുക്കൾ പിന്നെ അത് ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ മോഡറേറ്റ് ആയ ഒരു ലൈൻ സ്വീകരിക്കാനായിരിക്കാം ഒരു പക്ഷേ. അവിടെയും താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിൽ ഒരു കോൺട്രാസ്റ്റ് കാണുന്നുണ്ട്. അതായത് RSSനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരൊറ്റ കോൺസെപ്റ്റാണ്. അതിൽ മൃദു ഹിന്ദുത്വം, തീവ്ര ഹിന്ദുത്വം അങ്ങനെ ഒന്നുമില്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഏകീകൃത സ്വഭാവം തന്നെയാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്, അത് മാറത്തുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെ ജനാധിപത്യത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു സമീപനം, ഒരു ഭാഗത്ത് ഹിന്ദുത്വത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സമീപനം ഒരു ഭാഗത്തും, മറുഭാഗത്ത് എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു നിലപാട്, ഇത് രണ്ടും തമ്മിൽ ഒരു പരസ്പര പൂരകങ്ങളല്ലാത്തൊരു സാഹചര്യമില്ലേ? അതിനെങ്ങനെ കാണുന്നു? അല്ല, ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന ആളുകളെ മുഴുവൻ അവർ ഹിന്ദുക്കളായിട്ടാണ് കാണുന്നത്. അമ്പലത്തിൽ പോകുന്ന ആളുകളെ എല്ലാവരും ഹിന്ദുക്കളായിട്ട് കാണും. വിശാലമായൊരു കോൺസെപ്റ്റാണ് അത്. വളരെ വിശാലമായൊരു കോൺസെപ്റ്റ്. ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അടക്കമുള്ള പ്രവിശാലമായ ഒരു ഭാരതത്തെയാണ് അവർ സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ ഭാരതത്തിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെ അവരങ്ങനെ തന്നെയാണ് കാണുന്നത്. നമ്മളാണ് അവരുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ് അവരുടെ സങ്കല്പം. RSS ഇന്ത്യക്കാരെ എങ്ങനെ കാണുന്നു, ഹിന്ദുവിനെ എങ്ങനെ കാണുന്നു, മുസ്ലിമിനെ എങ്ങനെ കാണുന്നു എന്ന്
മറ്റാളുകളുടെ ഇൻ്റർപ്രിട്ടേഷൻസ് മാത്രമാണ്. മനസ്സിലായി. RSS അങ്ങനല്ല കാണുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അവരൊരു വളരെ വിശാലമായൊരു ദേശീയതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആ ദേശീയതയുടെ ഭാഗമായി നമ്മുടെ ഒരു ജനസമൂഹത്തെ അവർ വിലയിരുത്തുകയാണ്. താങ്കളുടെ പോയിന്റ് ക്ലിയറാണ്, അത് വ്യക്തമാണ്, അത് മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് എല്ലാവരും പറയുന്നത് ഇവർ ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വിശാല ഭൂപ്രകൃതി അല്ലെങ്കിൽ വിശാലമായ ഒരു സംവിധാനം എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഹൈന്ദവത അല്ലെങ്കിൽ ഹിന്ദുമതം, ആ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സിദ്ധാന്തം, അതാണ് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് വിമർശകർ പറയുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, തീർച്ചയായിട്ടും വിമർശകർ പറയുന്നുണ്ട്. RSS കാലാകാലങ്ങളിലായിട്ട് കേൾക്കേണ്ടി വരുന്ന വിമർശനം അതുതന്നെയാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, RSSനെ ഒരു രക്ഷകരായിട്ട് കാണുന്നത് ആർക്ക് അവരൊരു കാര്യം ഓഫർ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കേരളത്തിലുണ്ടായ ഒരു മാറ്റം ഒന്ന് അന്വേഷണം പരിശോധിച്ച് നോക്കിയാൽ, കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ അധ്വാനിക്കുന്നവനെ ഭാരം ചുമക്കുന്നവനും ഒക്കെ ആശ്വാസമായിട്ട് കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗസമരത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ വർഗീയ യുദ്ധത്തിലല്ല വിശ്വസിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോൾ വർഗസമരം എന്നുള്ള അവരുടെ നിലപാട് മയം വരുത്തുകയും അവർക്ക് അധികാരത്തിന് വേണ്ടി സംഘടിത ന്യൂനപക്ഷമായി എപ്പോൾ സന്ധി ചെയ്യാൻ അവർ തീരുമാനിക്കുകയോ ചെയ്തു, ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി അവരെ നഷ്ടപ്പെടുത്തിയതാണ്. RSSൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ നേരത്തുള്ള ബി ജെ പിക്ക് മുമ്പ് ജനസംഘമുണ്ട്. ജനസംഘം എനിക്ക് തോന്നുന്നു 67-ലോ 60-ലോ ആദ്യം മത്സരിക്കുമ്പോൾ അവർക്ക് 0.06% വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയാണ് ജനസംഘത്തിൻ്റെ വളർച്ച എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 67-ന് ശേഷം ജനസംഘത്തിനുണ്ടായ വളർച്ച അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലുണ്ടായ മാനസിക മാറ്റം നോക്കണം. എന്താണ് 67-ലെ പ്രത്യേകത? 1967-ലാണ് നമ്പൂതിരിപ്പാട് മലപ്പുറം ജില്ല കൊടുക്കുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്പൂതിരിപ്പാട് തന്നെ ഒരു തിയറി കൊണ്ടുവന്നു. ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയേക്കാൾ അപകടകാരിയാണ്. അത് നമ്പൂതിരിപ്പാട്ടിൻ്റെ തിയറിയാണ്. അതുപോലെ തന്നെ അബ്ദുൽ നാസർ മദനിയും മഹാത്മാഗാന്ധിയും ഏതാണ്ട് തുല്യരാണ് അവരുടെ നിലപാടുകളിൽ. അതാണ് അടുത്ത ഒരു തിയറി. ഇതൊക്കെ അന്ന് നമ്പൂതിരിപ്പാട് ജീവിച്ചിരുന്നപ്പോഴാണ് ഇത് പറഞ്ഞതെങ്കിലും അതിൻ്റെ റിസൾട്ട് കാറ്റ് വിതച്ച് തന്നാണ്. 67-ൽ നമ്പൂതിരിപ്പാട് വിതച്ച കാറ്റാണ് കൊടുങ്കാറ്റായിട്ട് ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പൂതിരിപ്പാടിൻ്റെ കാലഘട്ടത്തിൽ ഈ ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകത അവരെ വളരെ ഡിസ്യുണൈറ്റഡ് ആണ്. പക്ഷേ ഈ സാഹചര്യങ്ങളിലൊക്കെ ഇപ്പം അധ്യാപകൻ്റെ കൈവെട്ടി ആ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? ക്രിസ്ത്യാനികൾക്ക് അവർ പൊതുവേ സമാധാന പ്രേമികളാണ്. ബൈബിൾ തന്നെ സമാധാനത്തിൻ്റെ സന്ദേശമാണ്. അയൽക്കാരനെ സ്നേഹിക്കാനാണല്ലോ പറയുന്നത്, നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാനാണല്ലോ പറയുന്നത്. പക്ഷേ അവിടെ കാസ എന്ന സംഘടന ഉണ്ടായി. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് കാസയുണ്ടായി, അവർക്ക് സ്വയം പ്രതിരോധത്തിനൊരു സംഘടന വേണമെന്ന് തോന്നിച്ചത് RSS ആണ്. അതായത് പറഞ്ഞു RSSന് പ്രസക്തി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന് പ്രസക്തി ഉണ്ടാക്കിയത് RSS അല്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കഠിനാധ്വാനം ചെയ്താണ് ഈ ലെവലിലേക്ക് ഈ BJPയെ കൊണ്ടുവന്നത്. RSS വളരെ നിശബ്ദമായിട്ട് അവരുടെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് പോയൊരു സംഘടനയാണ്. മനസ്സിലായി, താങ്കളുടെ പോയിന്റ് ക്ലിയറാണ്. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, RSSൻ്റെ വിമർശകർ എപ്പോഴും പറയുന്നൊരു കാര്യം, RSS പുറമെ കാണുന്നതും കാണിക്കുന്നതുമല്ല. അവർക്ക് എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉണ്ടാകും, പക്ഷേ അവരൊരിക്കലും ആ അജണ്ട പുറത്ത് കാണിക്കത്തില്ല. അത് ഹിഡൻ ആയതുകൊണ്ട് തന്നെ ഹിഡനായിട്ട് തന്നെ വെച്ചിരിക്കും. പക്ഷേ അവർ പുറത്ത് മാധ്യമങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളോട് എപ്പോഴും പറയുന്നത് മറ്റൊരു കാര്യമായിരിക്കും. ഇപ്പോൾ ശ്രീ മോഹൻ ഭഗവത് ഇങ്ങനെ പറഞ്ഞു, അതായത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് ദ കർട്ടൻ അദ്ദേഹം എന്തോ സംതിങ് ബിഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുറമേ പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു സംതിങ് ബിഗ് ആയിട്ടുള്ളൊരു സാധനം RSS ഉള്ളിൻ്റെ ഉള്ളിൽ പ്ലാൻ ചെയ്യുന്നുണ്ടാകുമോ ഈ വിമർശകർ പറയുന്നത് പോലെ? തീർച്ചയായിട്ടും ഉണ്ട്. മോഹൻ ഭഗവത് അങ്ങനെ പറഞ്ഞത് വരാൻ പോകുന്ന 50 വർഷത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇന്ത്യൻ സമൂഹത്തെയും ഇവിടെ വരാൻ സാധ്യതയുള്ള എല്ലാ ചലനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മോഹൻ ഭഗവത് അത് പറയുന്നത്. 1925-ലല്ലേ RSS ഉണ്ടായത്? 100-ാം വർഷത്തിലേക്ക് കിടക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതും അന്നല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിൽക്കുന്നു, RSS ഇവിടെ നിൽക്കുന്നു. അത് മാത്രം പരിശോധിച്ചാൽ മതി. അവർക്ക് നാളെ രാവിലെ അധികാരം പിടിച്ചെടുക്കണമെന്നേ ഇല്ല. അല്ലേ തന്നെ RSS അധികാരത്തിലേക്ക് വരില്ലല്ലോ. RSSൻ്റെ പ്രത്യേകത, RSSൻ്റെ മുകളിൽ വരുന്ന ആളുകളൊക്കെ അവിവാഹിതരായിരിക്കും. അവർ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പണം ചെയ്തിരിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് പറ്റില്ല, അവരുടെ പേരിൽ വസ്തുവും വീടും പറ്റില്ല. എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി, സമാജത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറായ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പറ്റം ആളുകളെ നേതൃത്വം കൊടുക്കുന്നൊരു സംഘടനയാണ് RSS. അതിനെ നമ്മൾ ചെറുതായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അവരുടെ പേരിൽ നമ്മൾ ആരോപിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതല്ലാതെ പിന്നെ അവരുടെ ഡിഫൻസിനായിട്ട്, അവരുടെ പ്രതിരോധത്തിനായിട്ട്, അവരുടെ അണികളെ സംരക്ഷിക്കാനായിട്ട് അവർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. കൊലപാതകവും കുഴപ്പങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സംഘടന നിൽക്കുന്നത്. അല്ലേ സംഘടന നിൽക്കില്ല.
അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് RSSനെ സംബന്ധിച്ചുള്ള മോഹൻ ഭഗവതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പോകുന്ന 50 വർഷത്തെ ഇന്ത്യൻ രാഷ്ട്രീയം കൃത്യമായി കണ്ടുകൊണ്ട് അവരുടെ ഒരു മാസ്റ്റർ ഡിസൈൻ്റെ ഭാഗമായി വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പിന്നിൽ RSS ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ കുറഞ്ഞ 25 വർഷമെങ്കിലും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ ഇതിൽ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ 3 ടേമുകളായി താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന BJPയുടെ സോക്കോൾഡ് നേതാക്കന്മാരെ എലഗൻ്റായിട്ടുള്ള എല്ലാ ആൾക്കാരെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിയെ അവർ ഗുജറാത്തിൽ നിന്ന് നേരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് കൊണ്ടുവന്നത്. അതൊരു കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു. ഇനി 3 ടേം അദ്ദേഹത്തെ വെച്ച് പൂർത്തിയായി കഴിഞ്ഞു. രാഷ്ട്രം 3 ടേമായിട്ട് BJP തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയാറായി. ഈ ഒരു ടേം കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത ആര് എന്നുള്ള ചോദ്യങ്ങളിലേക്ക് സ്വാഭാവികമായും ചൂണ്ടിത്തുടങ്ങി, ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. നരേന്ദ്രമോദി ഇല്ലാതെയും BJPക്ക് അധികാരം പിടിക്കാം, നരേന്ദ്രമോദി ഇല്ലാത്തൊരു ഇന്ത്യയിൽ BJPക്ക് പ്രസക്തി ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ കഴിഞ്ഞ കുറച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ അതിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി അടുത്ത് എന്തോ BJP സംതിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊരു LK അദ്വാനിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അഗ്രസീവായിട്ടുള്ളൊരു ഹിന്ദുത്വ വക്താവായിരുന്നു. നരേന്ദ്രമോദിയും അതിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു. ഇനി അടുത്തൊരു നേതാവ് വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഈ പറയുന്നത് പോലെ അത്ര കണ്ട് അഗ്രസീവ് അല്ലാത്തൊരു മുഖമാണ് ഇനി BJP ഉയർത്തി കാണിക്കാൻ പോകുന്നത് എന്ന തരത്തിൽ ചില ചിന്തകൾ വരുന്നുണ്ട്. അതേസമയം യോഗി ആദിത്യനാഥിനെ പോലെയുള്ള അഗ്രസീവായ നേതാക്കന്മാരുടെ പേരും പറയുന്നുണ്ട്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്ക് ശേഷം എന്ത് മാറ്റമായിരിക്കും RSS വിഭാവനം ചെയ്യുന്നത്? താങ്കളുടെ നിരീക്ഷണം എന്താണ്? അപ്പോൾ ഇനിയും നരേന്ദ്രമോദിക്ക് എന്തായാലും ഇനിയും 4 വർഷമുണ്ടല്ലോ. തീർച്ചയായും 2029 വരെ അദ്ദേഹത്തിന് സമയമുണ്ട്. ആ 2029 വരെ അദ്ദേഹം ഭരിക്കുകയും ചെയ്യും. ഈ 24-ലെ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ലെങ്കിൽ RSSകാർ കൃത്യമായിട്ട് അറിയായിരുന്നു. ഇതിങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളതെന്ന് അറിയാം. അതൊക്കെ കൃത്യമാണ് അവരുടെ കാര്യങ്ങൾ. അപ്പം ഈ തെരഞ്ഞെടുപ്പിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്നതിന് വളരെ വ്യത്യസ്തമല്ലേ മഹാരാഷ്ട്രയിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്? ഇവിടെ പോയി കോൺഗ്രസ്, ഇവിടെ പോയി NCP, ശിവസേനയ്ക്ക് എന്ത് പറ്റി, ഹരിയാനയിൽ എന്ത് പറ്റി? അത് കൃത്യമായിട്ട് അവർ വെൽ ഡിസൈൻഡാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഇവിടെ തൽക്കാലം നരേന്ദ്രമോദി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോദിയെ എൻ്റെ ഭാഗത്ത് ഞാൻ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും അധികാരം ഒഴിയുന്നു, അദ്ദേഹം ഒരു സർവം സംഘ പരിത്യാഗിയെ പോലെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം നേരത്തെ തന്നെ ഹിമാലയത്തിലെ അദ്ദേഹത്തിന് തപസ്സിരിക്കാനുള്ള സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. ഈ അധികാരമൊന്നും ഒരിക്കലും നരേന്ദ്രമോദിയെ ബാധിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. അധികാരത്തിൻ്റെ ഹുങ്ക് ഒരിക്കൽ പോലും നരേന്ദ്രമോദിയെ കാണിച്ചിട്ടില്ല. ആദ്യം പാർലമെൻറ്റിൽ കയറിയപ്പോൾ തന്നെ ആ തറയിൽ മുട്ടുകുത്തി നിന്ന് നെറ്റി തൊട്ടിട്ടാണ് അദ്ദേഹം കയറിയത്. കേരളത്തിൽ നിന്ന് വന്ന ഭഗീരഥി അമ്മ എന്ന് പറഞ്ഞാൽ അവർ ഈ 100 വയസ്സിൽ കൂടുതലുള്ളൊരു സാക്ഷരതാ പഠിതാവായിരുന്നു. അതെ, അവർക്ക് ആ അവാർഡ് കൊടുത്തിട്ട് നരേന്ദ്രമോദി അവരെ തൊഴുന്നു. നരേന്ദ്രമോദി എപ്പോഴും ഒരു പബ്ലിക് ഫംഗ്ഷൻ വരുമ്പോൾ ജനങ്ങളെ താണു വീണാണ് തൊഴുന്നത്, തല കുമ്പിട്ടാണ്. എൻ്റെ യജമാനന്മാരാണ് ഇരിക്കുന്നതെന്ന് നരേന്ദ്രമോദിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ല അധികാരം തലയ്ക്ക് മത്ത് പിടിപ്പിച്ച ഒരാളല്ല അധികാരം നരേന്ദ്രമോദി. അതൊക്കെ മറ്റേ ആളുകൾ പറയുന്നു എന്നുള്ളതല്ലാതെ മോദിയെ നമ്മൾ വിലയിരുത്തിയാൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ വിലയിരുത്തുമ്പോൾ മോദിക്ക് കാണുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തിൻ്റെ നിലപാട്, രാജ്യത്തിൻ്റെ താല്പര്യത്തിൽ ഒരു സെൻറ്റിമീറ്റർ വിട്ടുവീഴ്ച ചെയ്യാൻ നരേന്ദ്രമോദി തയ്യാറല്ല. അത് കോൺഗ്രസ് എതിർത്താലും ശരി, അമേരിക്ക എതിർത്താലും ശരി, റഷ്യ എതിർത്താലും ശരി, പാകിസ്ഥാൻ എതിർത്താലും ശരി, ഭാരതത്തിൻ്റെ താല്പര്യം വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും, ഏത് കാര്യങ്ങളിലും വളരെ സൗമനസ്യത്തോടുകൂടി, വളരെ മര്യാദയോടുകൂടി, വളരെ ആഠ്യത്വത്തോടുകൂടി പെരുമാറുന്ന അധികാരമോഹമില്ലാത്ത ഒരു നേതാവാണ് സത്യത്തിന് നരേന്ദ്രമോദി. ഇത് പറയുമ്പോഴും കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഇത് എൻ്റെ ഒരു അഭിപ്രായമല്ല, ഇതുമായി ബന്ധപ്പെട്ട RSSൻ്റെ വിമർശകരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു വിവരം നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് RSS നേതൃത്വവും ശ്രീ നരേന്ദ്രമോദിയുമായിട്ട് അത്ര നല്ല രസത്തിലല്ല. അവർ തമ്മിൽ എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദിക്ക് ശേഷം എന്ത് എന്നുള്ള ചിന്തകളിലേക്ക് കൂടുതൽ വർദ്ധിത വീര്യത്തോടു കൂടി RSS കടക്കാനുള്ള കാരണം തന്നെ ആ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്, വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ശരിയാണോ? അല്ല, അതിനകത്ത് ഒരു സാധ്യതയുള്ളത് നരേന്ദ്രമോദിക്ക് ഇതുവരെയുള്ള നരേന്ദ്രമോദിയുടെ നിലപാടുകളെയോ പ്രസ്താവനകളെയോ വിലയിരുത്തുമ്പോൾ എനിക്ക് ആകെപ്പാടെ വിയോജിപ്പുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ മോദി നടത്തിയിട്ടുള്ളൂ. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഒരിക്കലും മോദിയുടെ ഗ്യാരണ്ടി അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. അത് ഇന്ത്യയുടെ ഗ്യാരണ്ടിയായിട്ട് പറയുന്നതായിരുന്നു ഏറ്റവും നല്ലത്, അതല്ലെങ്കിൽ BJPയുടെ ഗ്യാരണ്ടി പറയായിരുന്നു. മോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ഗ്യാരണ്ടി ആയിട്ട് അത് പറയാൻ പറ്റില്ല, പറയുന്നത് ശരിയല്ല. കാരണം മോദി പ്രധാനമന്ത്രി ആകണമെന്ന് തീരുമാനിക്കുന്നത് BJP അല്ലേ. അപ്പോൾ അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റില്ലല്ലോ. അത് ഒരു തന്ത്രപരമായ പിഴവ് പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് UPയിലെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിൽ യോഗി ആദിത്യനാഥിൻ്റെ നോമിനികൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിൽ ചില വീഴ്ചകൾ പറ്റി. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് പറ്റിയ ഞാൻ കാണുന്ന 2 വീഴ്ചകൾ. പിന്നെ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശിവസേനയുമായി അത്ര വലിയൊരു ശത്രുതയെ പോകുന്നതിന് RSSൻ്റെ നേതൃത്വം എതിരായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്.
പക്ഷേ എന്തുകൊണ്ടോ അവരെ ശത്രുപക്ഷത്ത് നിർത്തി തന്നെ തകർത്ത് ശിവസേന ഇല്ലാതായെങ്കിലല്ലേ പിന്നെ BJP വളരുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ തന്ത്രപൂർവ്വം നീങ്ങിയെങ്കിലും അതിനോട് RSSന് അത്രമാത്രം യോജിപ്പുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. നിതിൻ ഗഡ്കരി തന്നെ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്പേസ് BJP RSSലുണ്ട്. ഈ വിരുദ്ധ ചേരികളെ എല്ലാവരെയും നാഗ്പൂരിലേക്ക് വിളിച്ചു വരുത്തിയാൽ 5 മിനിറ്റ് സമയത്തിനകം നിന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കത്തക്ക വിധത്തിൽ സുശക്തമായൊരു സംഘടനയാണ് RSS. അതുകൊണ്ട് RSSനെ സംബന്ധിച്ചിടത്തോളം മോഹൻ ഭഗവത് പറഞ്ഞത് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, RSSൻ്റെ നേതാവ് പറഞ്ഞത് രാജ്യ താല്പര്യം മുൻനിർത്തിയാണ്, അല്ലാതെ സ്വാർത്ഥ താല്പര്യം മുൻനിർത്തിയല്ല. അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മോഹൻ ഭഗവത് പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. മനസ്സിലായി. താങ്കൾ നേരത്തെ പറഞ്ഞു, ഇന്ന് മോഹൻ ഭഗവത് ഒരു കാര്യം പറഞ്ഞു എന്നുണ്ടെങ്കിൽ 50 വർഷം കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ 50 വർഷം കഴിഞ്ഞ് ഇവിടെ എന്തും സംഭവിക്കണം എന്നുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെന്ന് താങ്കൾ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50 വർഷമൊന്നും കഴിഞ്ഞ് ചിന്തിക്കേണ്ട. മോദിയുടെ കാലം ഈ പറയുന്ന ഇനി ഒരു 4 വർഷം കൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം കഴിയാൻ പോവുകയാണ്. 4 വർഷം അല്ലെങ്കിൽ 5 വർഷം മാക്സിമം. അത് കഴിഞ്ഞതിന് ശേഷം BJP ഈ പറയുന്നത് പോലെ നേരത്തെ ഗുജറാത്തിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് നരേന്ദ്രമോദിയെ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചതുപോലെ ഇനി അടുത്തൊരു നേതാവ്, അതായത് രാഷ്ട്രത്തെ നയിക്കാനായിട്ട് BJPയുടെ മുഖമായി RSS ആരെയായിരിക്കും ഉയർത്തി കാണിക്കുക? താങ്കളുടെ ഒരു സ്പെക്കുലേറ്റീവ് തോട്ടാണ്, അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, RSS ആരെയാണ് ഉയർത്തി കാണിക്കുകയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. കാരണം എന്തറിയാം, 2012 വരെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ RSS മോദിയാണ്. കാരണം 2012 വരെ നമ്മൾ ധരിച്ചിരുന്നത് LK അദ്വാനി തന്നെയാണ് വരുന്നതെന്നാണ്. വാജ്പേയി ഒഴിഞ്ഞു LK അദ്വാനി തന്നെയാണ് വരുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് അവരുടെ തീരുമാനം വന്നത്. അപ്പോൾ തീരുമാനം അവർ നേരത്തെ എടുത്തിരുന്നതാണ്, പക്ഷേ നമ്മൾ അറിഞ്ഞത് അപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു നിര നേതാക്കന്മാർ ഇപ്പോൾ ഫട്നാവിസ് എന്താ പ്രധാനമന്ത്രിയെ കൊണ്ടുപോകുന്നുണ്ടോ? അത് വേണ്ട. തമിഴ്നാട്ടിൽ വന്നപ്പോഴേ നരേന്ദ്രമോദി പറഞ്ഞല്ലോ, എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി വന്നുകൂടാ? അണ്ണാമലയെ കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി വന്നാൽ അത്ഭുതപ്പെടണ്ട. ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ തേജസ്വി സൂര്യ നല്ല മിടുമിടുക്കനാണ്. ഈ പറഞ്ഞ പോലെ തന്നെ BJPയിൽ ഒരു നിര നേതാക്കന്മാരല്ലേ നിൽക്കുന്നത്. ആർക്ക് വേണേലും പ്രധാനമന്ത്രിയായിട്ട് വരാൻ യോഗ്യതയുള്ള ആളുകളാണ്. ഗഡ്കരി തന്നെ അതിന് സാധ്യത കുറവാണ്, കാരണം അദ്ദേഹം കുറച്ചുകൂടെ പ്രായമായി, അദ്ദേഹം റിട്ടയർമെൻറ്റ് ഘട്ടത്തിലാണ്. പക്ഷേ ഗഡ്കരിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അഭിപ്രായ വ്യത്യാസത്തിലുള്ളപ്പോൾ തന്നെ ഗഡ്കരിക്ക് നല്ല വകുപ്പാണ് കൊടുത്തത്. അദ്ദേഹത്തിന് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്പേസ് എവിടെയുണ്ട്? ഒരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൽ 4 മന്ത്രിമാരെ നമ്മുടെ ഇവിടെ വരുന്ന നമ്മുടെ പ്രഭാരി ഉണ്ടല്ലോ ജാവദേക്കർ അടക്കം 4 മന്ത്രിമാരെ അവർ മാറ്റി. ജാവദേക്കർ ഇൻഎഫിഷ്യൻ്റ് മന്ത്രിയായിരുന്നു. മാറ്റിയവരെല്ലാം ഇൻഎഫിഷ്യൻസി കൊണ്ട് മാറ്റിയതാണ്. അവരെ മാറ്റി പോയിക്കോളാൻ പറഞ്ഞു. നിശബ്ദരായിട്ട് അവർ പോയില്ലേ? ഹർഷവർദ്ധൻ എന്ന് പറഞ്ഞൊരു നേതാവ്, പഴയ ആരോഗ്യമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് എവിടെയാണ്? ആരും. അതേസമയം കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ കോൺഗ്രസ് ഹർഷവർദ്ധൻ വന്നതിന്, കോൺഗ്രസ് പിന്നെ പ്രകാശ് ജാവദേക്കർ വന്നതിന്, എത്ര കോൺഗ്രസ് വന്നതിനായിരുന്നു. അവർ നിശബ്ദരായിട്ട് അവരുടെ രംഗത്തൊന്നും മാറിയുന്നില്ല. ഈവൻ LK അദ്വാനിയെ തന്നെ മാറ്റി നിർത്തിയിട്ട്, മുരളി മനോഹർ ജോഷിയെ മാറ്റി നിർത്തിയിട്ട് നിശബ്ദരായിട്ട് RSSൻ്റെ ഉത്തരവ് അനുസരിച്ച് അവർ മാറി നിന്നില്ലേ? ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഞാൻ പറഞ്ഞത് അത്ര അച്ചടക്കമുള്ള ഒരു സംഘടനയ്ക്ക്, അത്ര അച്ചടക്കമുള്ള RSS പിന്നെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ആരാകുമെന്നുള്ള ചിന്തകൾ പോലും പ്രവചിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സാധിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, 2012 വരെ നമ്മൾ മോദിയെ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളെ ആയിരിക്കണമെന്നില്ല വരുന്നത്. മനസ്സിലായി. ഏതായാലും താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അവരെന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് ആർക്കും അറിയാൻ സാധിക്കില്ല. കാലം തന്നെ തെളിയിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. നന്ദി.